പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ അനേക ആത്മഹത്യകൾ ഓരോ ദിവസവും നടക്കുന്നു. ആത്മഹത്യ ചെയ്യാൻ അനേക കാരണങ്ങൾ ഒരുപക്ഷെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പലപ്പോഴും ഒരു കാരണവും കാണത്തില്ല, ചെറിയ നിസ്സാര കാര്യമായിരിക്കും ഉള്ളത്. ആ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ തക്ക സമയത്ത് അവർക്കൊരു നല്ല ഉപദേശം കിട്ടുവാണെങ്കിൽ, അവർക്കൊരു ആശ്വാസം കിട്ടുവാണെങ്കിൽ, അല്ലെ സഹായം കിട്ടുവാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അതിൽ നിന്നും അവരെ വിടുവിച്ചെടുക്കുവാൻ കഴിയും. പലപ്പോഴും ചെറിയ ചെറിയ വിഷയങ്ങൾ ജീവിതത്തിൽ, മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവർക്കതിനെ അതിജീവിക്കാൻ കഴിയാതെ വണ്ണം അതിൻ്റെ കൂടെ സാത്താനും കൂടെ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ആത്മഹത്യ എന്നൊരു വ്യക്തിയിൽ പൂർണ്ണമായി പ്രവർത്തിക്കുന്നത് പിശാചാണ്. ആ സമയത്ത് അവർ പോലും അറിയത്തില്ല അവരെന്താണ് ചെയ്യുന്നത്, ഒന്നും അവർക്കറിയത്തില്ല. കർത്താവചൻ പറയുന്നു, മത്തായിയുടെ സുവിശേഷം 11:8 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ കർത്താവ് യേശു ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും കഴിയത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇതേ അവസ്ഥയിൽ കൂടി ഞാൻ എൻ്റെ ജീവിതം കടന്നു പോയിട്ടുണ്ട്. എൻ്റെ വിവാഹത്തിനൊക്കെ മുമ്പാണ് ചില നിസ്സാര വിഷയത്തിൻ്റെ മധ്യേ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരിയോട് പിണങ്ങിയിട്ട് ഞാൻ 2 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഒരു പ്രാവശ്യം ഉറക്കഗുളിക കഴിച്ചു, കുറേ ഉറക്കഗുളിക കഴിച്ചു. ആ സമയത്തും എനിക്ക് മരിക്കാൻ ദൈവം അനുവദിച്ചില്ല. കാരണം എൻ്റെ കർത്താവിനെ അറിയുന്നതിന് മുമ്പുള്ള അവസ്ഥയാണിത് പറയുന്നത്. കാരണം എൻ്റെ മേലുള്ള വാഗ്ദത്തം അതുകൊണ്ട് മാത്രമാണ്. 2ാമത്തെ പ്രാവശ്യം ഞാൻ മരണകരമായ വിഷം കഴിച്ചു. അന്നേരം ആ സമയത്ത് ഞാൻ വളരെ മരണത്തോട് മല്ലടിച്ചു. സമയങ്ങൾ കഴിഞ്ഞാണ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് പോലും കിട്ടിയത്. പക്ഷേ ദൈവം എന്നെ അവിടെയും വിടുവിച്ചു. നമ്മുടെ കർത്താവ് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. ഇന്ന് എന്നെ ഈ വീഡിയോ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഏതെങ്കിലും പ്രയാസത്തിൽ കൂടിയോ നിരാശയിൽ കൂടിയോ കഷ്ടത്തിൽ കൂടിയോ അതെന്തുമാകട്ടെ, അനേക പ്രോബ്ലമുണ്ട്, അതിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആരും ഒരു പക്ഷേ നിങ്ങളെ സഹായിക്കാൻ കഴിയത്തില്ലായിരിക്കും, ആർക്കും നിങ്ങൾക്കൊരു ആശ്വാസം തരാൻ കഴിയത്തില്ലായിരിക്കും, എല്ലാവരാലും കൈവിടപ്പെട്ടവരായിരിക്കും നിങ്ങൾ. എന്നാൽ തീർച്ചയായിട്ടും കാൽവറിയിൽ നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ് സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് തന്ന ജീവിതം ഒരിക്കലും നശിപ്പിച്ച് കളയാനുള്ളതല്ല. അത് ആ ജീവൻ തന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.